നമസ്കാരം, കൃഷ്ണകുമാറാണ്. ഒരു 1.5 മാസം മുമ്പ്, 1.5 മാസം എന്നാണ് എൻ്റെ ഓർമ്മ, നെറ്റ്ഫ്ലിക്സിൽ അഡോൾസെൻ്റ് എന്നൊരു വെബ് സീരീസ് റിലീസ് ചെയ്തു. ഇറങ്ങുന്ന സമയത്ത് അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ട ഒന്നൊന്നുമല്ല. പക്ഷെ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് ഒക്കെ എല്ലാവരും സംസാരിക്കുന്ന, എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒന്നായി അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ റിലീസായി. അതൊരു ത്രില്ലർ ഗണത്തിൽപ്പെട്ട വെബ് സീരീസാണ്. ഇന്ന് കണ്ടു. എൻ്റെ ബയോ വായിച്ചപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നി. അങ്ങനെ ഞാനത് ഗൂഗിൾ ചെയ്ത് കുറച്ചുകൂടി അതിൻ്റെ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് വെബ് സീരീസ് കാണുന്നത്. 4 എപ്പിസോഡുള്ള ഒരു വെബ് സീരീസാണ്. ശരിക്കും പറഞ്ഞാൽ മരവിച്ചിരുന്നിട്ടാണ് ഞാൻ ഒരു 4 എപ്പിസോഡും കണ്ട് തീർത്തത്. ഞാൻ അതിൻ്റെ കഥയിലോട്ടോ കാരണങ്ങളിലോട്ടോ ആ വെബ് സീരീസ് സംസാരിക്കുന്ന വിഷയങ്ങളിലോട്ടോ പോകുന്നില്ല. ഇപ്പോൾ പലർക്കും അത് പരിചിതമാണത്. കാരണം അത്രയും ട്രെൻഡിങ്ങായി മാറിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ 64 മില്യണിനടുത്ത് ആളുകൾ വെബ് സീരീസ് കണ്ടു. ഫ്രാൻസിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും വരുന്നുണ്ട് 62 മില്യൺ എന്ന് പറയുന്നത്. എൻ്റെ വീട്ടിൽ ഈ അഡോൾസെൻ്റിനെ പറയുന്ന ഒരു സെൻട്രൽ ക്യാരക്ടറിൻ്റെ പ്രായത്തിലുള്ള 4-5 കുട്ടികളുണ്ട്. ഞാനത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ പോയതൊക്കെ എൻ്റെ മക്കളുടെ മുഖങ്ങളാണ്. കാരണം അവരത്രയും ജെൻ ആൽഫ, ജെൻ സി, ശരിക്കും എൻ്റെ ഒരു ടൈം പോലും കൃത്യമായിട്ട് അറിയാത്തവരാണേ. സ്മാർട്ട് വേർഡിൽ എത്രമാത്രം സ്മാർട്ടാണ് എന്ന് അടുത്ത് നിന്ന് കാണുന്ന ഒരാളായത് കൂടി അല്ലാതെ മരവിപ്പോടു കൂടിയാണ് ഞാനത് വെബ് സീരീസ് കണ്ട് തീർക്കുന്നത്. ആ സമയത്ത് ഞാനത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിയാതെ പോയി. പിന്നീട് അതൊരു ഭയങ്കര ഹിറ്റാവുകയും പല ചാനലുകളും നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ അഡോൾസെൻ്റിനെ കുറിച്ചിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് നമ്മൾ കണ്ടു. ബ്രിട്ടൻ്റെ പല സ്കൂളുകളിലും അഡോൾസെൻ്റിൻ്റെ പ്രീമിയർ ഷോസ് കണ്ടക്ട് ചെയ്തു തുടങ്ങി. നമ്മളൊക്കെ ഒന്ന് ഇരുന്ന് ചിന്തിക്കണം കേട്ടോ, നമ്മുടെ കുട്ടികളുടെ ഈ സ്മാർട്ട്നെസ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന്. കാരണം നമ്മൾ അത്രയും സ്മാർട്ടല്ല. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എൻ്റെ പെങ്ങളുടെ മകൻ അശ്വത് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, മാമന് പ്ലേ ബട്ടൺ കിട്ടിയത്. പ്ലേ ബട്ടണോ? അതെന്താ? ഒരു യൂട്യൂബ് ചാനലിൽ നടത്തേണ്ട ഒരാൾ എൻ്റെ പ്ലേ ബട്ടൺ എന്താണ് എന്നിങ്ങനെ അറിയാതെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ മോനെ എൻ്റെ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ ചെയ്ത് പ്ലേ ബട്ടൺസ് എന്താണ്, എത്ര ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്കത് കിട്ടുന്നത്, സിൽവർ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ, അങ്ങനെ ഓരോ കാറ്റഗറിയും എത്രമാത്രം ഫോളോവേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്നൊക്കെ കാണിച്ചു തരാണ്. ഇന്നും ഈ ഇമോജീസ് ഉണ്ട്, ഹാർട്ട് ഇമോജീസ്. എന്നെ സംബന്ധിച്ചിടത്തോളം റെഡ് ഹാർട്ട് മാത്രമേ എനിക്കറിയൂ അതെന്താണെന്ന്. പർപ്പിൾ ഹാർട്ട് എന്താണെന്ന് ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കിയത്. യെല്ലോ ഹാർട്ടിൻ്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാനത് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നൊന്നാണ്. പക്ഷേ നമ്മൾ കുട്ടികളോട് ചോദിച്ചാൽ അവർക്ക് ഓരോന്നും അറിയാം. കാരണം അവരത്രയും അപ്ഡേറ്റഡാണ് നമ്മളൊക്കെ. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്
ഒട്ടും എളുപ്പമായ കാര്യമല്ല. ഞാൻ ഒരു 1.5-2 വർഷം മുൻപ് വരെ ഈ ഒരു ഏജ് കാറ്റഗറിയുടെ കുട്ടികളൊക്കെ ഒന്ന് പേടിപ്പിച്ച് വരട്ടെ, ഒരു സ്പേസ് തന്നിരുന്നത്. പക്ഷെ ഞാൻ അവിടെ റിയലൈസ് ചെയ്ത കാര്യമുണ്ടായി, നമ്മൾ അവരെ ഒരു സ്പേസ് ഇട്ട് നിർത്തുന്ന സമയത്ത് അവർ നമ്മളിൽ നിന്നും മാറിപ്പോവുക. ആ മാറിപ്പോകാതെ അവരിതൊന്നാകാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ. അപ്പോൾ പിന്നെ എന്താണ് ഇവരോടൊപ്പം ഒന്നെത്താൻ, ഇവരെ മനസ്സിലാക്കാൻ, ഇവർക്കൊപ്പം ഒന്ന് നിൽക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഒത്തിരി ഒന്നും എനിക്ക് ആലോചിച്ചിട്ട് അതിങ്ങനെയാണ്. അവർക്കൊരു സ്പേസ് കൊടുക്കുക, അവർക്ക് വന്നിരുന്ന് സംസാരിക്കാൻ, വർത്തമാനം പറയാൻ ഒരു സ്പേസ് കൊടുക്കുക. അവർക്ക് സങ്കടങ്ങൾ വരുമ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ ഒരു സ്പേസ് കൊടുക്കുക. അവരോട് തമാശകൾ നമുക്ക് പറയാം, അവരോട് അവരുടെ കളിയാക്കലുകൾക്ക് നമുക്ക് കൂടെ നിൽക്കാം, ഒക്കെ ചെയ്യാം. ഇനി അവനൊന്ന് സ്വിച്ച് ചെയ്ത് ഏതോ വിഷയത്തോടെ ഒന്ന് പോവാൻ. ഈ അടുത്ത് എന്നോട് എൻ്റെ കസിൻ സിസ്റ്റർ ഒരു കാര്യം ചോദിച്ചു, എൻ്റെ യൂട്യൂബ് ചാനലിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്ന്. ഞാൻ ഒരല്പം നേരം ഞാൻ ആലോചിച്ചു, കാരണം ഞാൻ നമ്പർ അറിയണ്ട. എൻ്റെ ഫേസ്ബുക്കിൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്, എത്ര ഫോളോവേഴ്സ് ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഈവൻ ഞാൻ ഷെയർ ചെയ്യുന്ന കോണ്ടൻറ്റുകൾക്ക് എത്രമാത്രം വ്യൂസ്, ലൈക്ക്, കമൻസ് വരുന്നുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന, എൻ്റെ തലയോട്ട് കയറുന്നൊരു വിഷയമല്ല. അങ്ങനെ ഒരാളൊന്നും ആയതൊന്നും ഞാൻ. അത് മാറുന്നത് മീശ എന്ന് പറയുന്നൊരു നോവൽ ഹരീഷ് എഴുതുകയാണ്. ആ സമയത്തുണ്ടായ കുറേ ബഹളങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ആ ബഹളങ്ങൾ മനം മടുത്തിട്ട് എഴുത്തുകാരൻ ഇത് എഴുതുന്നില്ല എന്നൊരു കാര്യം ഇങ്ങനെ പറയാം. അപ്പോൾ എഴുത്തുകാരൻ എഴുത്ത് നിർത്തുന്നു എന്ന് പറയുന്ന ഒന്നിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു എൻ്റെ ഫേസ്ബുക്കിൽ. അന്ന് എൻ്റെ അമ്മയെ ഉൾപ്പെടെ തെറി വിളിച്ചുകൊണ്ടാണ് എന്നെ ബുള്ളി ചെയ്തത് പലരും. ആ സമയത്ത് ഞാൻ അനുഭവിച്ച കഠിനമായ മാനസിക സംഘർഷമുണ്ട്. അത് മൊമെൻ്റ് ഞാൻ തീരുമാനിച്ചാണെങ്കിൽ അത്തരം എന്താ പറയുക, നമ്മുടെ ചിന്തകളെ തെറ്റിക്കുന്ന വർത്തമാനങ്ങളിൽ കമൻറ്റുകളുടെ പുറകെ പോകരുത്. സോഷ്യൽ മീഡിയയിൽ നിരന്തരം കോണ്ടൻറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്നെ ബ്രാൻഡ് ചെയ്യാൻ, എൻ്റെ ക്രിയേറ്റീവ് സ്പേസ്, ക്രിയേറ്റീവായിട്ടുള്ള സാധനങ്ങളെ പ്രദർശിപ്പിക്കാൻ, എൻ്റെ തോട്ടുകളെ, ചിന്തകളെ പങ്കുവയ്ക്കാൻ ഒക്കെയാണ്. അതിനപ്പുറത്തേക്ക് എന്നെ ഭരിക്കാൻ, എൻ്റെ ഉള്ളിലേക്ക് നെഗറ്റിവിറ്റിയെ വാരി വിതറാൻ ഒന്നും സ്പേസ് അല്ല. ഇത് പലർക്കും, നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു കാര്യം ഒന്ന് കോപ്പി ചെയ്യാം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികളുടെ സ്മാർട്ട് ലോകത്തെ കുറ്റം പറയുമ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹവും അവരൊക്കെ അതിനകത്ത് ആനിറങ്ങി കിടക്കുകയാണ് എന്ന് കൂടി നമുക്ക് നമ്മുടേതായ ഒരു സമയം ഉണ്ടാകും. സ്മാർട്ട് വെബ് നമുക്ക് ഉപയോഗിക്കാൻ ഒരു സമയം ഉണ്ടാകണം, നമുക്ക് വർത്തമാനം പറയാൻ ഒരു സമയം ഉണ്ടാകണം, നമുക്ക് ചിരിക്കാൻ, നോളജ് ഗെയിൻ ചെയ്യാൻ, അത് ഡിജിറ്റൽ വേൾഡിൽ നിന്നായാലും നമുക്ക് ചെയ്യാനൊരു സമയം ഉണ്ടാകണം. അന്നത്തെ ഒരു സമയം വെച്ച് അത് എൻ്റെ കൊണ്ടുപോയാൽ
സ്മാർട്ട് ലോകത്തെ ഇമോജികൾ പങ്കുവയ്ക്കുന്ന അപകടങ്ങളൊന്നുമില്ല. അത് എനിക്ക് ലൈക്ക് കിട്ടുന്നുണ്ടോ, എനിക്ക് കമൻറ്റ് കിട്ടുന്നുണ്ടോ, എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ടോ എന്ന സങ്കടങ്ങളും പരാതികളും മാറ്റി വെച്ചിട്ട് നമ്മൾ സാധാരണ ഒരാൾ മതി എന്ന് തീരുമാനിച്ച് നമുക്ക് മുമ്പോട്ട് പോയാൽ സമാധാനം ഉണ്ടാവും, സ്വസ്ഥത ഉണ്ടാവും. മറ്റുള്ളവരെ നമുക്കൊന്ന് സ്പേസ് കൊടുത്ത് മുമ്പോട്ട് പോകാനും കഴിയും. ഈ വീഡിയോ കുറച്ച് അധികമുണ്ട്. ഞാൻ വളരെ ഡീപ്പായിട്ട് പറയേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് സമയം എടുത്തത്. താങ്ക് യു.